Hi, friends. Hope all of you are fine. Hope all of you are healthy, happy. Let me start with a quote. Greatness in medicine is not just about saving lives, it's about respecting every hand that heals or help in healing. അപ്പോൾ മെഡിസിൻ എന്നെ സംബന്ധിച്ച് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രൊഫഷനാണ്. ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഇൻ ദിസ് വേൾഡ് വുഡ് ലവ് മെഡിസിൻ ആസ് ഐ ഡു. ഐ മീൻ ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ പ്രൊഫഷൻ, കാര്യമായിട്ടും. ആൻഡ് വൈ ഐ സെറ്റ് ദിസ് കോട്ട് ഇസ്, സി മെഡിസിൻ എപ്പോഴും നമ്മൾ സേവിങ് ലൈഫ്സ് ആ ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ അബൌട്ട് റെസ്പെക്റ്റിംഗ് പീപ്പിൾ ഹൂ ഹെൽപ്പ് യു ഡു ദാറ്റ്, റൈറ്റ്? ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് മാത്രമല്ല റൺ ചെയ്യുന്നത്. വി ഹാവ് wonderful sisters, we have wonderful technicians, we have wonderful patient care staff, and of course the administrative sessions. So yeah, all of us bring about a change and help in saving lives. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്, see, I told you that I would be starting sessions on life stories. So I'll take something that that has happened, that I went through recently, and you see, this video I'm not putting to put or belittle anybody. It's just that I learned something from that incident, and I would like to tell my viewers, mostly and the students, that respecting your subordinates is something that should come from within, and that is something that you all should do. ഇപ്പം പഠിച്ച് വലിയ നിലയിലെത്തണം, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. വെൻ മൈ സ്റ്റുഡൻസ് റീച്ച് ഗ്രേറ്റ് ഹൈറ്റ്സ്. ഇന്ന് ഐ വെൻറ്റ് ടു ടീച്ച് പാരാമെഡിക്കൽസ് in one of the hospitals here, and they've just passed 12th and they've entered, and to them also I said, okay, it's not just academics. I want you guys to, but in the pass out album, I want you guys to be better people too, right? I'll tell you what happened. No names taken, just an incident, okay? അപ്പോൾ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ, വണ്ടർഫുൾ ഹോസ്പിറ്റൽ, ഐ ലവ് ദറ്റ് ഹോസ്പിറ്റൽ. ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വൺ ഡേ while I was writing the files there, എനിക്ക് ആ ഒരു ടൈമിൽ there was this accreditation going on and lot of file work I had. I was working as a junior resident, and I was sitting in the department. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ലോട്ട് ഓഫ് പ്രൊസീജിയേഴ്സ്, പേഷ്യൻസിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമുക്ക് ഒരു ഹെഡ് നേഴ്സ് ഉണ്ട്, ഒരു 2 സിസ്റ്റേഴ്സ് ഉണ്ടാവും, പിന്നെ ഒരു 5-6 ടെക്നീഷ്യൻസ് ഉണ്ടാവും, ആൻഡ് ഐ വാസ് എ ഡ്യൂട്ടി ഡോക്ടർ. So I was sitting there writing a file, and then അവിടെ PC സ്റ്റാഫ് ഉണ്ട്. PC സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് കെയർ. ഈ പേഷ്യൻറ്റിനെ അകത്തേക്ക് കൊണ്ടുവരിക, പ്രൊസീജിയർ കഴിയുമ്പോൾ പുറത്തേക്ക് കൊണ്ടുപോവുക, ഷിഫ്റ്റിംഗ്. അപ്പം ഒരു PC സ്റ്റാഫും ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ കുട്ടി, അവൾ ഒരു ബിൻസിൻ്റെ അവിടെ കുറച്ച് ബിൻസ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മണ്ടേ ഇരിക്കുകയാണ്. ബിക്കോസ് ഇവരുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ എത്തിക്കുക, ആൻഡ് പ്രൊസീജിയർ ചെയ്യുമ്പോഴത്തേക്കും ഷീ ക്യാൻ ജസ്റ്റ് he or she they can stand there, and then once the procedure is over they can shift them. ഇതാണ്. അപ്പം ആ പ്രൊസീജിയറൊക്കെ നടക്കുന്ന സമയത്ത് അവർ ഫ്രീ ആണ്, റൈറ്റ്? ഓക്കെ. അപ്പോൾ ആ സമയത്ത് ആ കുട്ടി, യങ് ഗേൾ, ഓക്കെ, ഷീ സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ദി ബിൻസ്. ഓക്കെ. അപ്പോൾ ഞാനിത് 2 ദിവസമായിട്ട് കാണുന്നുണ്ട്. ദാറ്റ് നമുക്കവിടെ എനിക്കിരിക്കാനൊരു ചെയറുണ്ട്, 2-3 ചെയർസ് അവിടെയുണ്ട് ഫോർ സിസ്റ്റേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് ടു സിറ്റ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവൾ മാത്രം ഈ ബിന്നിൻ്റെ മണ്ടയിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ഞാൻ വിചാരിച്ചു, ഓക്കെ, കൊച്ചു അവിടെ അല്ലല്ലോ ഇരിക്കേണ്ടത്, ഒരു സ്റ്റൂള് കൊടുക്കണമല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഓൾറെഡി ഇത്രയും സ്റ്റാഫുണ്ട്. ഓക്കെ. സോ ഐ ടോൾഡ് ദ ഹെഡ് നേഴ്സ് ദെയർ, സിസ്റ്ററാണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ, കൊച്ച് ബിന്നിൻ്റെ മണ്ടയിലിരിക്കുന്ന ഒരു സ്റ്റൂളൊന്ന് ഇൻറ്റൻറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ what happened next? Okay, that was that head nurse, that sister was like, ഡോക്ടറെ യൂഷ്വലി ഇങ്ങനെ സംസാരിക്കത്തില്ല. ഓക്കെ, യൂഷ്വലി ഡോക്ടേഴ്സിനോട് they don't speak like that, but I don't know എന്തുകൊണ്ടാണ് അവരങ്ങനെ സംസാരിച്ചതെന്ന്. ഷി വാസ് ലൈക്ക്, ഡോക്ടറെ നിങ്ങൾ നിങ്ങളുടെ പണി പോയി ചെയ്യും, ആ ഫയൽ വർക്ക് പോയി ചെയ്യും, അവളെ കുറച്ച് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ, അവർ 9 hours ഡ്യൂട്ടിയാണ് ഇവർക്ക്, ഈ PC സ്റ്റാഫിന്.
അപ്പോൾ ഒരു 9 മണിക്കൂർ ആ കൊച്ചിനെ അവിടെ അങ്ങനെ നിർത്തിപ്പിക്കുന്നത് ശരിയല്ല. പിന്നെ ആ ബിന്നിൻ്റെ മണ്ടയിലും അല്ലാതെ ഇരിക്കേണ്ടത്. ഒരു സ്റ്റൂൾ ഇൻറ്റൻറ്റ് ചെയ്യുക. ഇഫ് യു ഡു ഇറ്റ് വിൽ കം ഇൻ ലൈക്ക് സം ടൈം, ലെറ്റ് us sit. സോ മേ ബി ഷീ ഡിഡ്ന്റ് സിസ്റ്റം ഇഷ്ടപ്പെട്ടില്ല ആൻഡ് ഷി വാസ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ പണി പോയി ചെയ്യും എന്ന് പറഞ്ഞു. ഓക്കെ, സോ ദാറ്റ് ഞാൻ അങ്ങനെ ഒരു സിസ്റ്ററും അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഐ ഹവ് വർക്ക്ഡ് ടു ഇൻറ്റേൺഷിപ്പിൽ, വി സ്റ്റിൽ സ്റ്റുഡൻസ് ഇൻ ഇൻറ്റേൺഷിപ്പ്. അതിനുശേഷം ഞാൻ ലേക്ക് ഷോറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കൊച്ചിയിൽ. ഐ വർക്ക്ഡ് ഇൻ അതർ ഹോസ്പിറ്റൽസ്. പക്ഷേ അവിടെ ആരും ഇങ്ങനെ ഒരു സംസാരം ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ യൂഷ്വലി ഡോക്ടേഴ്സ് കേൾക്കുന്നത് ചാൻസ് കുറവാണ്. അപ്പോൾ ആൻഡ് ദെൻ ഷീ സെഡ് ഇവർ ഒരു 9 മണിക്കൂർ നിൽക്കട്ടെ, അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇതൊരു മാനസിക പരിഗണനയാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ ചെയ്യാറുണ്ട് ഇവിടെ. ആൻഡ് ദെൻ ഇറ്റ് went on to heated argument. അപ്പം പേഷ്യൻസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, സ്റ്റാഫുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ നീ പോയി MS-നോട് ഒരു റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ 9 മണിക്കൂർ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിൽക്കേണ്ടെന്നല്ല, നീ ഇങ്ങനെ ഒരു കോർണറിൽ ഇങ്ങനെ നിൽക്കേണ്ടത് ഒരു പണിഷ്മെൻറ്റ് പോലെ അതല്ല. ദാറ്റ് ഇസ് ആ കുട്ടിയുടെ ജോബ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ കൊണ്ടുവരിക, പ്രൊസീജിയർ കഴിയുന്നവരെ. അപ്പോൾ പ്രൊസീജിയർ കഴിയാൻ ഒരു 3-4 മണിക്കൂർ എടുക്കും. ഡിപ്പെൻസ് ഓൺ ദ പേഷ്യൻസ്. അത് വരെ കുട്ടി ഫ്രീ ആണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഷ്യൻസ് ഉണ്ടാകും, അവരെ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്ക് ഒരു വിശ്രമ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ബിന്നിൻ്റെ മണ്ടയിലല്ല നിൽക്കേണ്ടത്. ഇറ്റ് ഈസ് യുവർ റൈറ്റ്. എനിക്ക് നീ MS-നെ പോയി കണ്ടെന്ന് സംസാരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സിസ്റ്റർ കുട്ടിയോട് അവരെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു വാർഡ് പോലെയാണ്. അപ്പം കുട്ടിയോട് പറഞ്ഞു, നീ എങ്ങാണം ഇവള് പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട, എങ്ങാണം ഇത് ചെന്ന് MS-നോട് പറഞ്ഞാൽ ജോലി ഞാൻ തെറിപ്പിക്കുമെന്ന് പറഞ്ഞു ആ കൊച്ചിനോട്. ഓക്കെ, സോ സി PG സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടത് വെച്ചിട്ട് എനി ടൈം ദേ ക്യാൻ ബി ഡിസ്മിസ്ഡ്. ദാറ്റ്സ് വാട്ട് ഐവ് ഹേർഡ്. അപ്പം ഷീ സെഡ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇതാണെങ്കിൽ ഒരു മിണ്ടാപ്രാണി ആ കൊച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നീ അതൊന്നും ചിന്തിക്കണ്ട. ഇഫ് യു ഗോ, ഓക്കെ, ഇഫ് യു വാണ്ട് ഐ ക്യാൻ ഓൾസോ കം ആൻഡ് സ്പീക്ക്. അങ്ങനെ ജോലി പോകേണ്ട ഒരു തെറ്റോ ഒരു പ്രശ്നം ഇവിടെ നടന്നിട്ടില്ല, ഒരു റിക്വസ്റ്റാണ് എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ഐ മൂവ്ഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിസ്റ്റർ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അതെനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇങ്ങനെ ഒരാൾ സംസാരിക്കണമെങ്കിൽ അവർക്ക് ബാക്കപ്പ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സീനിയർ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇവരെ ആരും തൊടില്ല എന്നുള്ളൊരു ബാക്കപ്പ് ഉണ്ടെങ്കിലേ അപൂർവം ചിലർ ഇങ്ങനെ സംസാരിക്കും, ജൂനിയർ ഡോക്ടേഴ്സിനോടാണെങ്കിലും. അപ്പോൾ എനിക്കിത് നേരത്തെ അറിയായിരുന്നു, എന്തോ ഒരു കൺസൾട്ടൻറ്റിനോട് ഇവർക്ക് നല്ലൊരു ബന്ധമുണ്ട്, കാരണം കുറേ വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് ശേഷം ഇപ്പോൾ എന്തായാലും ഇനി അവിടെ തുടരാൻ പറ്റില്ല, എനിക്കും ഒരു താല്പര്യക്കുറവ് വന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വിചാരിച്ചു ഓക്കെ ഐ എം ലീവിങ്. ബട്ട് ബിഫോർ ദാറ്റ് ഐ വോണ്ട് ടു ഇൻഫോം ദി അതോറിറ്റി, ഇങ്ങനൊരു സംഭവമുണ്ട്. ഓക്കെ, ആ കുട്ടി ഇങ്ങനെ പേടിച്ചതല്ല നിൽക്കേണ്ടത്. ആൻഡ് ഷീ ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ സിസ്റ്ററാണ് അല്ലെങ്കിൽ നമ്മുടെ അമ്മയാണ്, മോളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 9 മണിക്കൂർ അതിനെ കൊണ്ട് നിർത്തിപ്പിക്കുമോ? ഇല്ല. സ്വന്തം ആകുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും പോകുന്നതിന് മുന്നേ MS-നെ കയറി കണ്ടു. ഞാനൊരു ലെറ്റർ എഴുതി. അതിൽ ആരുടെയും കംപ്ലയിൻറ്റോ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ദാറ്റ്സ് നോട്ട് മൈ ലൈൻ. അവരെങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു. I don't, I'm not a person, but I wrote the matter that PC സ്റ്റാഫിന് ഒരു സ്റ്റൂളൊന്ന് ഇരിക്കാനൊരു സംവിധാനം ഒന്ന് ഏർപ്പാടാക്കി കൊടുക്കണം, ബിൻസിൻ്റെ മണ്ടയിലല്ല അവരിയ്ക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം MS കണ്ടിട്ട് എന്നോട് നല്ലൊരു ഓഫീസറാണ്. അപ്പം MS എന്നോട് പറഞ്ഞു, ഓ ഡോക്ടർ ഐ അപ്രിഷ്യേറ്റ് ദിസ്, പക്ഷേ നോക്കട്ടെ അങ്ങനെ പറ്റുമല്ലോ എന്ന്, നമ്മൾ വിൽ സി, ഐ അപ്രിഷ്യേറ്റ് യുവർ കൺസേൺ. ഞാൻ പറഞ്ഞു സാറേ അപ്രിസിയേഷൻ വന്നതല്ല, I didn't do that for appreciation. See, these all are normal things. I really didn't go for appreciation. And then before moving out of the department, ഞാൻ എന്തായാലും കൺസൾട്ടൻറ്റിനെ കാണാൻ പോയി. ആ ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻസി ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ ആ ഒരു വാർഡിൽ ആസ് എ ഡോക്ടർ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡ്യൂട്ടി ഡോക്ടർ. ഇപ്പോൾ ഒരു സീനിയർ കൺസൾട്ടൻറ്റ് അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല, ബിക്കോസ് അതെ അവിടെ ഞാനായിരുന്നു ഡ്യൂട്ടി ഡോക്ടർ. ആൻഡ് ദെൻ ദേ വെർ സിസ്റ്റേഴ്സ് ആൻഡ് ദെൻ സ്റ്റാഫ്, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം സോ വെൻ ഐ സോ ഹർ സിറ്റിംഗ് ഇൻ ദാറ്റ് പ്ലേസ്, ഐ ജസ്റ്റ്
വളരെ സിമ്പിൾ ടോക്കിൽ ഒരു റിക്വസ്റ്റിൽ തുടങ്ങിയതാണ് ഇത്രയൊരു ആർഗ്യുമെൻറ്റ് ലെവലിൽ അവസാനിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ പോകുന്നതിന് മുന്നേ അപ്പം ഞാൻ എംഎസിനോട് പറഞ്ഞു, സാറേ ഐദർ ഐ നീഡ് എ ചേഞ്ച് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഐ എം ലീവിങ്. അപ്പം ഇതിന് ശേഷം ഐ വെൻറ്റ് ടു സീ ദ കൺസൾട്ടൻറ്റ്. അപ്പോൾ ഇതിന് മുന്നേ ഈ പ്രശ്നമൊക്കെ നടക്കുമ്പോഴും പുള്ളിക്കാരത്തി സിസ്റ്റർ വിളിച്ചിട്ട് കൺസൾട്ടൻറ്റിനോട് സംസാരിക്കുന്നുണ്ട്, ഈ ജൂനിയർ ഡോക്ടർ ഹൂ ഷീ ടു ടെൽ മീ ദാറ്റ് എന്നുള്ള രീതിയിൽ. സോ ദാറ്റ് ടൈം ഐ അണ്ടർസ്റ്റുഡ്, ഓക്കെ അപ്പം അതിന് മുന്നേ എനിക്ക് മനസ്സിലായി ഇത് നല്ല ബോണ്ടാണ്. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിച്ചത്. എന്ന് വെച്ചാൽ ഇവരെ തൊടാൻ ആരും ഇല്ല എന്നുള്ള രീതിയിൽ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും കൺസൾട്ടൻറ്റിനെ കാണാൻ പോയി. അപ്പോൾ എനിക്ക് കയറുന്നതിന് മുന്നേ ഒരു ഐഡിയ ഉണ്ട് പുള്ളിക്കാരി ആ ഡോക്ടർ എന്താണ് പറയാൻ പോകുന്നത്. എനിവേസ് അത് എൻ്റെ ഒരു ഇറ്റ്സ് ഓൺ മീ ടു സേ ഐ എം ലീവിങ്. പോകുന്നതിന് മുന്നേ ഒന്ന് കണ്ട് സംസാരിക്കണമല്ലോ. അപ്പോൾ ഞാൻ കയറി ചെന്നപ്പോൾ ഈ കൺസൾട്ടൻ്റ് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നോടൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. എന്നോട് ഫസ്റ്റ് ഇതാണ് പറഞ്ഞത്, അനുഗ്രഹ, നീ ഇവിടുത്തെ വെറും ജൂനിയർ റെസിഡൻ്റാണ്. ഓക്കെ, നീ ഹോസ്പിറ്റലിൻ്റെ MD അല്ല. ഈ PC സ്റ്റാഫൊക്കെ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തോട്ടെ, അത് നിനക്കെന്താ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാം സിസ്റ്ററിനോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ നിങ്ങൾ പോയി ക്ലറിക്കൽ വർക്ക് ചെയ്യുന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ ആ സിസ്റ്റർ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഇപ്പം ഡോക്ടറിന് അത്ര വിശ്വാസമാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഞങ്ങൾ OPD ഇരിക്കുന്ന സമയത്ത് അത് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചതാണ്. ഞങ്ങൾക്കൊരു സിസ്റ്ററുണ്ട് അവിടെ, ഗുഡ് സിസ്റ്റർ. അപ്പോൾ എന്നോട് ചോദിച്ചു, കൺസൾട്ടൻറ്റ് ചോദിച്ചു, ഇത്രയും നാൾ അനുഗ്രഹം ഇവിടെ OPD നിന്നാണ്. ആ OPD അവിടെ പേഷ്യൻസിന് ഇരിക്കാൻ 2 ചെയറുണ്ട്, കൺസൾട്ടൻറ്റിന് ഒരു ചെയറുണ്ട്, JRന് ഒരു ചെയറുണ്ട്, ദർ ഇസ് 1 more ചെയർ. എനിക്ക് തോന്നുന്നു ഒരു ചെയറും കൂടെ ഉണ്ട് സിസ്റ്ററിന് ഇരിക്കുക. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ എണ്ണിച്ച് കൊടുക്കും. കാരണം സിസ്റ്റർമാർ നമുക്ക് 9 മണി വരെ 3:30-4 മണി വരെ OPD വർക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എപ്പോഴും രാവിലെ വന്നിട്ട് സിസ്റ്റർ 4 മണി വരെ ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങളുടെ OPD. അപ്പോൾ ഞാൻ ചിലപ്പോൾ എണ്ണിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ വണങ്ങിയിരുന്നോ, കുറേ നേരമായാലും നിൽക്കുന്നത്. പക്ഷേ സിസ്റ്റർ ഇരിക്കാറേ ഇല്ല സിസ്റ്റർ. അപ്പോൾ ഞാനത് ഇടയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ലാസ്റ്റ് ഡേ എന്നോട് ഡോക്ടർ പറഞ്ഞാണ്, അനുഗ്രഹ, ആ സിസ്റ്ററിനെ എപ്പോഴെങ്കിലും ഞാൻ ഇവിടെ ഇരുത്തുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നവരെ ആ ഡോക്ടർ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് തന്നെയാണ് കേട്ടോ എന്നോട് പെരുമാറിയത്. അതുവരെ ആ ഒരു ദിവസം മാത്രമാണ് ഈ ഒരു സംസാരം എന്നോട് ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചത്. അതുവരെ വളരെ എൻ്റെ 1 ഓഫ് ദ ഫേവറേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഞാൻ ഇഷ്ടപ്പെട്ട ബഹുമാനിച്ച ഒരു ഡോക്ടറായിരുന്നു. അപ്പം എന്നെ വളരെ റെസ്പെക്റ്റോടെയാണ് പുള്ളിക്കാരത്തി ട്രീറ്റ് ചെയ്തത് ആ ഒരു ദിവസം, ആ ഒരു സംഭവം നടക്കുന്നവരെ. അപ്പം എന്നോട് അന്ന് ചോദിച്ചാണ്, നീ എപ്പോഴെങ്കിലും ഞാൻ ആ സിസ്റ്ററിനെ ഇരുത്തുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഷി ടോൾഡ് മീ ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിൻ്റെ മൈൻഡിൽ കൂടെ എൻ്റെ മൈൻഡിലുണ്ട്, ഓക്കെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. മാം ഡോക്ടർ ഒരിക്കലും ആ സിസ്റ്ററിനെ ഷി നെവർ അലൗഡ് ഓർ ഈവൻ ടോൾഡ് ടു സിറ്റ്. അപ്പം ഐ സൈഡ് ഓക്കെ ഡോക്ടറെ, സ്റ്റേ ബ്ലെസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ why I told you this is, okay, when you guys reach a position, I'm sure most of my students over time, you guys will reach in administrative levels, അല്ലെങ്കിൽ consultant levels, okay, അല്ലെങ്കിൽ authority, power ഉള്ള ഒരു പൊസിഷനിലേക്ക് എത്തും. എൻ്റെ എല്ലാ സ്റ്റുഡൻസും എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, റൈറ്റ്? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് you learn to respect your subordinates. That is very important. When you respect your subordinates today, you build a legacy of leadership for tomorrow. അപ്പോൾ ഇവിടുന്ന് ഞാൻ പഠിച്ച വേറൊരു കാര്യം കൊണ്ടുണ്ട്. അപ്പോൾ എന്നോട് വളരെ റെസ്പെക്ട്ഫുള്ളായി വളരെ സ്നേഹത്തോടെ നിന്നൊരു ഡോക്ടറാണ് ഈ കൺസൾട്ടൻറ്റ്. എന്നെ ഞങ്ങൾ കാഷ്വാലിറ്റിയിലൊക്കെ നിൽക്കുമ്പോൾ വേറൊരു ഡോക്ടറിൻ്റെ മോളാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ ഇതെൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടറാണ്. ഒരു പ്രശ്നം വന്നപ്പോൾ, ഒരു അനീതി നടന്നപ്പോൾ, ഒരു സംതിങ് റോങ് ഹാഡ് ഹാപ്പൻഡ്, ഓക്കെ, ഒരു വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ, വളരെ ബഹുമാനക്കുറവോടെയാണ് ആ സിസ്റ്റർ ആ കൊച്ചിനെ ട്രീറ്റ് ചെയ്തത്.
ഈ കാര്യം എന്താണെന്ന് പോലും അറിയാതെ യുനോ അനുഗ്രഹ ജസ്റ്റ് ലീവ് എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഐ വുഡ് വോണ്ട് ടു ബിക്കം ഫ്യൂച്ചറിൽ. സോ ഞാൻ എന്താവരുത്, എങ്ങനെ ആവരുത് എന്ന് പഠിപ്പിച്ച് തന്നൊരു ഇൻസിഡൻ്റാണ്. ഐ തിങ്ക് എല്ലാ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ ലൈഫിലും ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ, ഐ ഡോണ്ട് നോ എല്ലാവർക്കും ഇങ്ങനത്തെ ഇൻസിഡൻറ്റ്സ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോയെന്ന്. ബട്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകൾ കിട്ടും. എനിക്കത് കുത്തായിട്ടൊന്നും തോന്നിച്ചില്ല, ബട്ട് ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ മറക്കില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അവരോട് ദേഷ്യമോ ഒന്നുമില്ല. പക്ഷേ ആ ഒരു what I learned from that, when you are in a position, you just being sweet on the outside doesn't help. നമ്മൾ ഭയങ്കര സ്വീറ്റായിട്ട് പുറത്ത് നിന്നിട്ട് എന്ത് കാര്യം? നമ്മളൊരു തെറ്റ്, ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിക്കോട്ടെ, ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയാം, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും തെറ്റ് ചെയ്തു എന്ന് നാളെ ഇപ്പം ഞാനൊരു പൊസിഷനിൽ എത്തുവാണെങ്കിൽ, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും ഇതേപോലെ തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറി അങ്ങനെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫ്രണ്ടല്ലേ, അവളെ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ ചിന്തിക്കരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഷുഡ് ഹാവ് സം എത്തിക്സ്. അത് നമ്മുടെ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എനിക്ക് വേറൊരു ഡോക്ടറുണ്ട്, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കയറിയപ്പോൾ ആദ്യമേ ഡോക്ടർ ഞാൻ നല്ല വയസ്സായിട്ടുള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ ഞാൻ കയറിയപ്പോൾ എനിക്ക് ആക്ച്വലി കുറച്ച് പേടിയായിരുന്നു. സാറ് കുറച്ച് എന്താ പറയുക റൂഡാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഫസ്റ്റ് കയറുന്ന ദിവസം ഞാനിങ്ങനെ സാറിനെ നോക്കി നിൽക്കാം. ഓക്കെ, ഒരു പേഷ്യൻറ്റ് വന്നു. ഓക്കെ, ഞാൻ നോട്ട്സ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് പുറത്ത് പ്രൊസീജിയറിന് പോയി. സാർ ഞാൻ പിന്നെ ഇങ്ങനെ OPD സാറിനെ നോക്കി നിൽക്കാം. സാർ താൻ എന്തിനാണ് എൻ്റെ മുഖത്ത് നോക്കി നിൽക്കുന്നത്, പേഷ്യൻ്റെ പുറകെ പോടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. സോ ഐ വാസ് ലിറ്റിൽ സ്കെയർഡ് ഓൺ ദ ഫസ്റ്റ് ഡേ, ബട്ട് ആസ് ഡേയ്സ് പ്രോഗ്രസ്ഡ് സാറിനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. നല്ല സാർ. ആൻഡ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോയപ്പോൾ ഈ ഇൻസിഡൻറ്റിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോയപ്പോൾ ഈ സാർ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കുറച്ച് റഫായിട്ട്, അല്ലെങ്കിൽ റഫ് എന്നല്ല, വളരെ നല്ല സീനിയർ കൺസൾട്ടൻ്റാണ്, ബട്ടറിങ് ഒന്നുമില്ല, ഉള്ളതുപോലെ അങ്ങ് പറയും. അപ്പോൾ ആ സാറ് ഞാൻ റിസൈൻ ചെയ്തപ്പോൾ എന്നെ വിളിച്ചു, മോളെ കാര്യം എന്താണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സാറേ പഠിക്കാൻ വേണ്ടിയിട്ട് റിസൈൻ ചെയ്തതെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ സോ ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് ഹൗ പീപ്പിൾ ഷോ ഹൗ ദേ ആർ. ഓക്കെ, ചിലപ്പം റഫായിട്ട് റൂഡായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും they would be taking the right decisions when a problem come. അതെനിക്ക് മനസ്സിലായി. So this is what I wanted to talk about. So that's it guys. Always ഒരു നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എസ്പെഷ്യലി സബോർഡിനേറ്റ്സിനെ ഒരു റെസ്പെക്റ്റോടെ നമ്മൾ സംസാരിക്കാൻ പഠിക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഐ ലവ് സച്ച് പീപ്പിൾ. ഇപ്പം എന്നോട് വളരെ നല്ലതായിട്ടും ഇപ്പം ആൻഡ് if the person speaks very rude to a waiter or to a cleaner, എനിക്ക് അങ്ങനത്തെ ഒരാളോട് എനിക്ക് റെസ്പെക്റ്റ് തോന്നില്ല. റൈറ്റ്? So yeah, be good. See, I'm not saying I'm a very good person or anything, okay? I'm a normal person. Good vibes ഉണ്ട്, bad vibes ഉണ്ട്. It's just that I wanted to share this, and let's make life easier, especially for people who work under us, right? I'll see you all with next topic that I'm going to take is about marasmus and kwashiorkor. Marasmus and kwashiorkor എന്താണ്? പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് അസുഖങ്ങളാണ്. So we'll be talking about that in the coming session. Alright, I'll see you all. Bye-bye.